നമസ്കാരം. തമിഴ്നാട്ടിൽ ഹിന്ദുമതത്തിൽപ്പെട്ടവരോട് സ്റ്റാലിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിനും എപ്പോഴും വിരോധമാണ്. തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ നിന്ന് അവർക്ക് പണം വേണം. പക്ഷേ അമ്പലത്തിന് പുനരുദ്ധാരം ചെയ്യാൻ അവർ പണം കൊടുക്കില്ല. അമ്പലത്തിലെ സ്വർണമെല്ലാം സർക്കാർ പിടിച്ചെടുത്ത് ബാങ്കിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതാണ് സ്റ്റാലിൻ്റെ തമിഴ്നാട്ടിലെ നിലപാട്. കഴിഞ്ഞ വർഷം സനാതനധർമ്മത്തെ ഉദയനിധി സ്റ്റാലിൻ ഡെങ്കിപ്പനിയോടും മലേറിയയോടും കൂടി ഉപമിച്ചത് നമ്മൾ കണ്ടതാണ്. അതോടുകൂടി വലിയ വിവാദത്തിനാണ് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. 2023 സെപ്റ്റംബറിൽ നടന്ന ഒരു കോൺഫറൻസിൽ സംസാരിക്കുന്നതിനിടെയാണ് സനാതനധർമ്മം സാമൂഹിക നീതിക്കും സമത്വത്തിനും എതിരാണെന്നും അത് ഉന്മൂലനം ചെയ്യണമെന്നും ഉദയനിധി പറഞ്ഞത്. അതോടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ കേസെത്തി അവരത് ഇടപെടുകയും ചെയ്തു. ഒരു കാരണവശാലും ഞാൻ മാപ്പ് പറയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഒടുവിൽ അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു. ഇതിന്റെ പേരിൽ സുപ്രീം കോടതി കേസെടുത്തിട്ടുണ്ട്. നിലവിൽ തമിഴ്നാട്ടിൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനാണ് തമിഴ്നാട് സർക്കാർ ഒരുങ്ങുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 മതത്തിന്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. നിലവിലത്തെ സംഭവം തമിഴ്നാട്ടിൽ സ്കൂൾ കുട്ടികളെ കയ്യിൽ ചരട് കെട്ടാനോ കുറി തൊടാനോ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള ശുപാർശകൾ അടങ്ങുന്ന റിപ്പോർട്ട് തമിഴ്നാട് സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് ഒരു കാരണവശാലും കുട്ടികൾക്ക് ചരട് കെട്ടാൻ അനുവദിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി കെ ചന്ദ്രുവിന്റെ ഏകാംഗ കമ്മീഷനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി വിവേചനങ്ങൾ അവസാനിപ്പിക്കാനായി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കയ്യിലെ ചരടും ചിലതരം മോതിരങ്ങളും നെറ്റിയിലെ കുറിയുമെല്ലാം ജാതി ചിഹ്നങ്ങളാണെന്നും അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരോധിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. കുട്ടികൾ കൊണ്ടുവരുന്ന സൈക്കിളിൽ നിന്ന് പോലും മതചിഹ്നങ്ങൾ നീക്കണമെന്ന് ശുപാർശയുണ്ട്. ജാതി മത സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന പേരുകൾ സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതും മാറ്റണം. കുട്ടികളുടെ പേരുകളോടൊപ്പം ജാതിവാലുകൾ രഹസ്യമാക്കി വയ്ക്കണം. വിദ്യാർത്ഥികൾ കയ്യിൽ ചരട് മോതിരങ്ങൾ എന്നിവ ധരിക്കുന്നത് നിരോധിക്കണം. കുട്ടികളുടെ ഇരിപ്പിടങ്ങൾ അക്ഷരമാലാക്രമത്തിൽ സജ്ജീകരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ സ്കൂളിൽ വർദ്ധിപ്പിക്കണം. പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള സ്കോളർഷിപ്പുകൾ രഹസ്യമായി തന്നെ പ്രഖ്യാപിക്കണം. സ്കൂൾ വെൽഫെയർ ഓഫീസർമാരെ നിയമിക്കണം. സാമൂഹിക സുരക്ഷാ സേന സ്കൂൾ തലത്തിൽ രൂപീകരിക്കണം. വിദ്യാഭ്യാസപരമല്ലാത്ത കാര്യങ്ങൾക്കായി സ്കൂൾ കെട്ടിടങ്ങൾ വിട്ടുകൊടുക്കരുത് തുടങ്ങിയ ശുപാർശകളാണ് റിപ്പോർട്ടിലുള്ളത്. ജാതി വിവേചനം നേരിടാനെന്ന പേരിൽ ചില ഹിന്ദു വിരുദ്ധ ശുപാർശകളും റിപ്പോർട്ടിലുണ്ട്. അത് ആശങ്കാജനകമാണ്. ജാതി വിവേചനം നേരിടാനെന്ന പേരിൽ ചില ഹിന്ദു വിരുദ്ധ ശുപാർശകളും റിപ്പോർട്ടിലുണ്ട്. അത് ആശങ്കാജനകമാണെന്ന് ഹിന്ദു സംഘടനകൾ പ്രതികരിക്കുന്നു. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനും മന്ത്രിസഭാ അംഗവുമായ ഉദയനിധിമാരന്റെ ഈ പ്രസ്താവന രാജ്യവ്യാപകമായി വിവാദമാക്കിയിരിക്കുകയാണ്. ജസ്റ്റിസ് കെ ചന്ദ്രു കമ്മീഷൻ വിവാദ ശുപാർശകൾ നടപ്പിലാക്കിയാൽ സമരരംഗത്ത് വരുമെന്ന് ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. തമിഴ്നാടാണ് ഫ്രീഡം ഓഫ് റിലീജിയത്തിന് ആർട്ടിക്കിൾ 25 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മതസ്വാതന്ത്ര്യം. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളിലുള്ള സകല സ്വത്തുകളും വെള്ളികളും എല്ലാം എടുത്തുകൊണ്ട് ബാങ്കിൽ കൊണ്ടുവച്ച് അതിൽ പൈസ ഉണ്ടാക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല, അതിലൊരു പ്രശ്നവുമില്ല. സ്റ്റാലിനെ ഇത് തീക്കളിയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് BJP വലിയൊരു പ്രശ്നമായി തന്നെ ഉയർത്തും. അതോടുകൂടി സ്റ്റാലിൻ നിങ്ങളുടെ അടിവേര് ഇളകാൻ പോകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ആദ്യം ചെയ്യേണ്ടത് ഈ റിപ്പോർട്ട് സമർപ്പിച്ച ആ ജഡ്ജിക്ക് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ റിപ്പോർട്ട് തമിഴ്നാട്ടിൽ വലിയൊരു വർഗീയ കലാപത്തിന് തന്നെ ശ്രമിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നത് വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.